ഹലോ എവരി വൺ. നീറ്റ് 2024 റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും മികച്ചൊരു റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ ബ്രില്യന്റിന്റെ സ്വന്തം ചുണക്കുട്ടി ഫാത്തിമ ഹിബയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓഫ് കോഴ്സ് നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ആളിരിക്കുക. ആളുടെ ഒരു ഹാപ്പി മൊമെന്റ്സ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ മെമ്മറീസിനെ പറ്റി നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹലോ, ഹായ്. എവിടെയായിരുന്നു വീട്? കണ്ണൂര്. കണ്ണൂര്. സ്കോർ എങ്ങനെയായിരുന്നു നീറ്റിന്റെ? 691. അപ്പം ഫസ്റ്റ് ഡേ ബ്രില്യന്റ് വന്നപ്പോഴും ഇപ്പൊ ഉള്ള ഫീലിങ്സും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഒന്ന് ഷെയർ ചെയ്യാമോ ഫീലിങ്സിനെ പറ്റി? ഫസ്റ്റ് വരുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം സ്റ്റേറ്റ് സിലബസിന് നേരെ വരുന്നത്. അപ്പോൾ ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രില്യൻറ്റിന്റെ സിസ്റ്റത്തിലൂടെ അങ്ങ് പോകുമ്പോൾ, ആ ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ നമ്മളത് ക്രാക്ക് ചെയ്യും, എങ്ങനെയായാലും നമുക്ക് പറ്റും എന്നുള്ളത് മനസ്സിലായി. ഒരു ഇൻസ്പിറേഷൻ തന്നെ. ഇനി വരുന്ന പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടി കേട്ടോ ഹിബ. ഇനി എത്ര ടഫാന്നുണ്ടെങ്കിലും മുന്നോട്ട് കയറി വരാൻ പറ്റുന്നും കൂടെ ആള് പറയുന്നുണ്ട്. നമുക്ക് വീക്ക്ലി എക്സാംസ്, NCERT എക്സാം, അങ്ങനെ കുറെ എക്സാംസ് ഉണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? വീക്ക്ലി എക്സാംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെവൽ ഉണ്ടാവും, നല്ല ലെവൽ ഉണ്ടാവും. NCERT എക്സാംസ് ഒക്കെ കുറച്ചും കൂടി നല്ല ഈസി ആയിരിക്കും. പിന്നെ മോഡൽ എക്സാംസ് വരുമ്പോഴാണ് കറക്റ്റ് NCERTന്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുക. കാരണം വീക്ക്ലി എക്സാംസിൽ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ മോഡൽ എക്സാംസ് വരുമ്പം പക്ക NCERT ആയിരിക്കും, പക്ഷെ കാണുമ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അത്രയും ഡെപ്തിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ NCERT ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ഏറ്റവും നല്ലത് മോഡൽ എക്സാംസ് അത്രയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തന്നെ. ഏത് സബ്ജക്റ്റ് ആയിരുന്നു കുറച്ച് ടഫായിട്ട് തോന്നിയത്? ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോൾ കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ടഫ് ആയിരുന്നിട്ടും ഈ ഒരു സ്കോർ കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്ത് കാണുമല്ലോ. എന്തെങ്കിലും ടിപ്സ് വല്ലതും ഉണ്ടോ? ചൂസ് ചെയ്ത ടിപ്പുകളൊക്കെ? ടിപ്സ് ആയിട്ടൊന്നുമില്ല, ഇവരുടെ സിസ്റ്റത്തിൽ അങ്ങനെ പോവുക, അവർ പറയുന്ന പോലെ പഠിക്കുക, എക്സാംസ് എല്ലാം മിസ്സാക്കാണ്ട് എല്ലാം എഴുതാൻ നോക്കുക. പിന്നെ വാർഡന്മാരുടെയും ക്ലാസ് മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മളങ്ങനെ എത്തിച്ചേരും. റിപ്പീറ്റർ ബാച്ച് ആയിരുന്നല്ലോ, അപ്പൊ ഇത് ഹോസ്റ്റലായിരുന്നു? ഫ്ലോറ 2. ആ ഹോസ്റ്റൽ എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? വരുന്നതിന് മുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ എന്താ പറയാ, തീരെ സപ്പോർട്ട് ചെയ്യില്ല, ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല. കാരണം ബ്രില്യന്റിനെ കുറിച്ച് പുറമേ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്, ജയിലാണ് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ വന്നപ്പോഴത്തേക്കും ഹോസ്റ്റൽ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവാ, ഫ്രണ്ട്ലിയാ. എന്ത് ഡൗട്ട് ചോദിച്ചാലും അറിയുമെങ്കിൽ അവർ അത്രയും നല്ല രീതിയിൽ പറഞ്ഞു തരും. പിന്നെ വാർഡന്മാരായാലൊക്കെ നല്ല സപ്പോർട്ടീവാ. ഇതിൽ ഡ്രീം ക്യാമ്പസ് വല്ലതും ഉണ്ടോ? എനിക്ക് ഇന്ന കോളേജിൽ പഠിക്കണം അങ്ങനെയുള്ള ഡ്രീം ഉണ്ടോ? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഡ്രീം. സ്പെഷ്യലൈസേഷനോ? അതിപ്പോഴേ അറിയില്ല. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? ഇതെന്റെ കസിനാണ്, ഇതെന്റെ ഉമ്മ, ഇതെന്റെ അങ്കിള്. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മോൾ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? സന്തോഷം. ബ്രില്യന്റിനോടും താങ്ക്സ് പറയുന്നു. ആളെങ്ങനെയാ? വീട്ടില് ഹാർഡ് വർക്കിംഗ് ആണോ അതോ പഠിക്കുന്നൊക്കെ പറഞ്ഞു നടക്കണോ? പഠിക്കുന്ന പറയണ്ട, അവള് സ്വന്തം ഇഷ്ടത്തിന് തന്നെ പഠിക്കുന്നതാണ്. ബ്രില്യന്റും അവൾ തന്നെ ചൂസ് ചെയ്തതാണ്. ബ്രില്യന്റ് പോയി പഠിക്കണം എന്നുള്ളത് അവൾക്ക് +1 ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ റിലേറ്റീവ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടോ ആളെ പറ്റി? ഹിബയെ കുറിച്ച് ഞാൻ പറയാം. അവള് ചെറുപ്പം തൊട്ട് തന്നെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ഡോക്ടർ ആവണമെന്നുള്ള ഒരു അംബീഷനായിട്ടാണ് അവള് കൊച്ചിൽ തൊട്ടേ പറയായിരുന്നു. അപ്പൊ പിന്നെ നമ്മളും അതിലോട്ടേക്ക് തന്നെയാണ് അവള് ഗൈഡ് ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവള് കൂൾ മൈൻഡാണ്, നമ്മൾ കൂടുതൽ പ്രഷർ ഒന്നും കൊടുക്കണ്ടില്ല. അവള് തന്നെ അവളുടെ രീതിയിൽ അങ്ങ് പഠിച്ചോളും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, നിനെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, കൂടുതൽ നമ്മൾ ഫോഴ്സ് ചെയ്യാതെ. അപ്പൊ അതിന്റെ ആ ഒരു അച്ചീവ്മെന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഹിബ ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇപ്പൊ 2025 അഡ്മിഷൻ എടുത്ത പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് പോലെ കൊടുക്കാൻ വല്ലതും ഉണ്ടോ? അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എല്ലാവരും പറയുന്ന പോലെ NCERT ഫോളോ ചെയ്യുക. NCERTന്റെ ആ ഒരു വില നമുക്ക് കറക്റ്റ് മനസ്സിലാവുക മോഡൽ എക്സാംസിന്റെ ടൈമിലാണ്. അപ്പോൾ NCERT എത്രത്തോളം ഡീപ്പാന്നുള്ളത് ആദ്യം തൊട്ടേ മനസ്സിലാക്കിയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ബ്രില്യന്റിന്റെ എല്ലാ എക്സാംസും മാക്സിമം എന്താ പറയുക, നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. അപ്പോൾ എത്ര ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നീറ്റിൽ വന്നാലും അതിൻ്റെയൊക്കെ ഏകദേശം ടഫ്നെസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ബ്രില്യന്റിൽ. അപ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. തീർച്ചയായിട്ടും ഹിബ ഇപ്പൊ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ട്രൂ ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം ആഗ്രഹിച്ച പോലെ ഒരു ക്യാമ്പസ് കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.